ആഫ്രിക്കൻ രാജ്യമായ മാലിയെ നടുക്കിയ ഭീകരാക്രമണ പരമ്പരയെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. മാലി പ്രതിരോധ മന്ത്രി സാദിയോ കമാറ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, നിരവധി സാധാരണക്കാർ എന്നിവരുടെ ജീവൻ അപഹരിച്ച ഈ ക്രൂരമായ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഭീകരതയ്ക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾ മാലിയുടെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ഇറാന്റെ ഈ ശക്തമായ പ്രതികരണം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു. മാലിയിലെ സൈനിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് നടന്ന ഈ ഏകോപിത ആക്രമണം ആസൂത്രിതമായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാറ്റി, ബമാക്കോ, ഗാവോ, കിഡൽ, സൊവാറ തുടങ്ങി മാലിയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയം വെടിയൊച്ചകൾ മുഴങ്ങിയത് രാജ്യത്തെയാകെ ഭീതിയിലാഴ്ത്തി. പ്രതിരോധ മന്ത്രി സാദിയോ കമാറയുടെ വധം മാലി സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ്. ഒരു രാജ്യത്തിന്റെ സുരക്ഷാ ചുമതല വഹിക്കുന്ന മന്ത്രിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന സന്ദേശമാണ് ഭീകരർ നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ ആഗോളതലത്തിൽ വലിയ സഹകരണം വേണമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇത്തരം അക്രമാസക്തമായ തീവ്രവാദം ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും അത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും ഇറാൻ ഓർമ്മിപ്പിക്കുന്നു. മാലിയിലെ ആക്രമണം കേവലം ഒരു പ്രാദേശിക കലാപമായി കാണാൻ കഴിയില്ല. സഹേൽ മേഖലയിലാകെ പടരുന്ന അസ്ഥിരതയുടെ ഭാഗമായാണ് ഇതിനെ സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന ഭീകര സംഘടനകൾ ഇത്തരം ആക്രമണങ്ങളിലൂടെ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. ഇറാന്റെ പ്രതികരണം കേവലം അനുശോചനത്തിൽ ഒതുങ്ങുന്നില്ല. ഭീകരവാദം വളർത്തുന്ന വിദേശ താൽപര്യങ്ങളെയും പരോക്ഷമായി ഇറാൻ ഇതിലൂടെ വിമർശിക്കുന്നുണ്ട്. പലപ്പോഴും ചില രാജ്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി ഇത്തരം ഗ്രൂപ്പുകളെ ഉപയോഗിക്കാറുണ്ടെന്ന യാഥാർത്ഥ്യം ഇറാൻ മുന്നോട്ട് വെക്കുന്നു. മാലിയിൽ നടന്ന ഈ ആക്രമണം ആധുനിക യുദ്ധമുറകളുടെയും ഗറില്ല പോരാട്ടങ്ങളുടെയും സംയോജനമായിരുന്നു. കൃത്യമായ പ്ലാനിങ്ങിലൂടെ സൈനിക കേന്ദ്രങ്ങളെയും ഭരണകൂടത്തെയും തളർത്താൻ ഭീകരർക്ക് സാധിച്ചു. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സുരക്ഷാ മുൻഗണനകൾ മാറ്റാൻ നിർബന്ധിതരാക്കും. ജനവാസ കേന്ദ്രങ്ങളിലെ ആക്രമണം വലിയ രീതിയിലുള്ള പലായനത്തിന് കാരണമായിട്ടുണ്ട്. സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി മാറേണ്ടി വരുന്ന ജനതയുടെ വിലാപം അന്താരാഷ്ട്ര മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ്. മാലി നേരിടുന്ന ഈ പ്രതിസന്ധിയിൽ ഇറാന്റെ പിന്തുണയ്ക്ക് വലിയ നയതന്ത്ര പ്രാധാന്യമുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി മികച്ച ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഇറാന് ഇത്തരം ഘട്ടങ്ങളിൽ അവർക്കൊപ്പം നിൽക്കുന്നത് ഗുണകരമാകും. ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നോക്കിയാൽ രാജ്യത്തിന്റെ വടക്കും തെക്കും ഒരുപോലെ ആക്രമിക്കപ്പെട്ടതായി കാണാം. ഇത് മാലി സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനും പ്രതിരോധം ദുർബലപ്പെടുത്താനുമുള്ള തന്ത്രമായിരുന്നു. തീവ്രവാദ ഗ്രൂപ്പുകൾ മതത്തെ ഒരു മറയായി ഉപയോഗിക്കുമ്പോൾ വിശ്വാസികളെ തന്നെ ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഇരട്ടത്താപ്പാണ് വ്യക്തമാക്കുന്നത്. പള്ളിക്കുള്ളിൽ നടന്ന ആക്രമണം ഇതിന് തെളിവാണ്. യഥാർത്ഥ ഇസ്ലാം സമാധാനമാണ് പ്രഘോഷിക്കുന്നതെന്ന് ഇറാൻ പലപ്പോഴും ആവർത്തിക്കാറുണ്ട്. മാലിയിലെ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ലോകത്തിന്റെ ഏതു ഭാഗത്ത് നടക്കുന്ന ഭീകരവാദവും തങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് ഓരോ രാജ്യവും തിരിച്ചറിയുന്നു. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും ഇത്തരം ആഗോള പ്രശ്നങ്ങളിൽ ഇറാൻ ഇടപെടുന്നത് ശ്രദ്ധേയമാണ്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ മാലിയിലെ ഭരണകൂടം കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. ഇന്റലിജൻസ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുകയും ചെയ്യുക എന്നതാണ് ഏക പോംവഴി. ഇറാന്റെ ആഹ്വാനം അനുസരിച്ച് ലോകരാഷ്ട്രങ്ങൾ ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കപ്പുറം മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകിയാൽ മാത്രമേ ഇത്തരം വിപത്തുകളെ തടയാൻ സാധിക്കൂ. ആക്രമിക്കപ്പെട്ട കുടുംബങ്ങളോട് അനുശോചനം അറിയിച്ചുകൊണ്ട് ഇറാൻ നൽകിയ സന്ദേശം മാലിയുമായുള്ള സാഹോദര്യ ബന്ധത്തിന്റെ അടയാളം കൂടിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഓരോ ചെറിയ ചലനങ്ങളും ആഗോള സുരക്ഷയെ ബാധിക്കുന്ന കാലഘട്ടമാണിത്. വിമത ഗ്രൂപ്പുകൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ആയുധമെടുക്കുമ്പോൾ സാധാരണക്കാരാണ് എന്നും ബലിയാടാകുന്നത്. മാലിയുടെ സമ്പദ് വ്യവസ്ഥയും സാമൂഹിക ഘടനയെയും തകർക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാവണം. ഇറാന്റെ നിലപാട് മറ്റ് മുസ്ലിം രാജ്യങ്ങളും ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാലി പ്രതിരോധ മന്ത്രിയുടെ വിയോഗം ആ രാജ്യത്തിന് നികത്താനാവാത്ത നഷ്ടമാണ്. അദ്ദേഹം നടത്തിവന്ന പല സുരക്ഷാ പരിഷ്കാരങ്ങളും പകുതി വഴിയിൽ നിലയ്ക്കാൻ ഇത് കാരണമാക്കും. പുതിയ നേതൃത്വം എങ്ങനെ ഈ വെല്ലുവിളിയെ നേരിടുമെന്നത് നിർണായകമാണ്. തീവ്രവാദത്തിന് അതിരുകളില്ലെന്ന് മാലി വീണ്ടും തെളിയിച്ചിരിക്കുന്നു. ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചതുപോലെ വന്യമായ ഈ ആക്രമണങ്ങളെ തടയാൻ ആഗോളതലത്തിൽ ഒരു പുതിയ സുരക്ഷാ കരാർ ആവശ്യമാണ്.
മാലിയിലെ ഈ ദുരന്തം ഒരു വലിയ പ്രാദേശിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ഭീതി ശക്തമാണ്. സഹേൽ മേഖലയിലെ അസ്ഥിരത ആഗോളതലത്തിൽ അഭയാർത്ഥി പ്രവാഹത്തിനും മറ്റും കാരണമായേക്കാം. ഇത് ലോകരാജ്യങ്ങളുടെ സുരക്ഷാ ബജറ്റുകളെയും ബാധിക്കും. അതിനാൽ തന്നെ തുടക്കത്തിൽ തന്നെ ഈ വിപത്തിനെ തടയേണ്ടതുണ്ട്. മാലിയിലെ ആക്രമണത്തെക്കുറിച്ചുള്ള ഇറാന്റെ ശക്തമായ നിലപാട് ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ വലിയൊരു ചുവടുവെപ്പാണ്. കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ലോകത്തിന് മുന്നറിയിപ്പ് നൽകാനും ഇറാൻ മറന്നില്ല.